ഹേയ് ഗായ്സ്, 30,000 രൂപ കിടിലം ഒരു പ്രൈസ് റേഞ്ചാണ്. ആ കിടിലം പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും കിടിലം ഫോൺ ഞാൻ ഇന്ന് പറഞ്ഞുതരും. സി ഓബിയസ്ലി ഒരു ഫോൺ ഡയറക്റ്റ് ആയിട്ട് എല്ലാവരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുമാറില്ല. നിങ്ങളുടെ കാറ്റഗറി, ഇപ്പം നിങ്ങൾക്ക് പെർഫോമൻസ് ആണോ, ഗെയിമിംഗ് ആണോ, ക്യാമറ ആണോ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനെയുള്ള ഓരോ സ്പെസിഫിക് യൂസേഴ്സിനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഈ വീഡിയോ നമുക്ക് 4-5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ഓൾ റൗണ്ടർ ഡിവൈസസിനെ കുറിച്ച് സംസാരിക്കാം, പിന്നെ പെർഫോമൻസ് സ്റ്റാമ്പ്സ്, പിന്നെ യൂണീക്ക് ക്യാമറ. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓൾ റൗണ്ടർ ഡിവൈസസിനെ കുറിച്ച് സംസാരിക്കാം. സി ഞാൻ ഈ വർഷം ടെസ്റ്റ് ചെയ്ത 2 ഡിവൈസസ് എനിക്ക് കിഡിലും ഓൾ റൗണ്ടേഴ്സ് ആയിട്ട് തോന്നിയ. ഒന്ന് മോട്ടോയുടെ എഡ്ജ് 50 പ്രോ. സി ഡോണ്ട് ഗെറ്റ് മീ റോങ്, എല്ലാ ഡിവൈസസിനാണെങ്കിൽ ഇതിനും അതിൻ്റെതായ ഫോൾട്ടുകളുണ്ട്. പക്ഷേ ഒരു ഓവറോൾ പാക്കേജ് നോക്കുവാണെങ്കിൽ 30,000 രൂപയ്ക്ക് അണ്ടർ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇതിൽ ബെറ്റർ ഓൾ റൗണ്ടർ ഡിവൈസസ് കിട്ടുമെന്ന്. ക്യാമറ അടിപൊളിയാണ്, ബാറ്ററി അടിപൊളിയാണ്, പെർഫോമൻസ് അടിപൊളിയാണ്, ഡിസ്പ്ലേ, സ്പീക്കേഴ്സ്, ഹാപ്റ്റിക്സ്, എന്താ പറയുക, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫോൺ കിഡിലുമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് വരുന്ന വലിയൊരു ഫ്ലോ എന്ന് പറയുമ്പം അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് തന്നെ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മോട്ടോയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അത്ര റെഗുലർ ആവണമെന്നില്ല, തരുന്ന അപ്ഡേറ്റ്സ് അത്ര കിടിലാവണമെന്നില്ല. പക്ഷേ ഫിംഗേഴ്സ് ക്രോസ്ഡ് ഈ വർഷം അവർ ചെക്ക് ചെയ്ത് എല്ലാം പൊളിയാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ബട്ട് ആസ് ഓഫ് റൈറ്റ് നൗ ഈ പ്രൈസിന് നിങ്ങൾക്ക് കിഡിലെ ഒരു ഡിവൈസാണ് കിട്ടാൻ പോകുന്നത്. സോ എൻ്റെ റെക്കമെൻഡേഷൻ നമ്പർ 2ലേക്ക് പോവാം. ദാറ്റ് ഇസ് OnePlus Nord 3. എനിക്കറിയാം 1 വർഷം പഴക്കമുള്ള ഫോണാണ്, പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഈ ഫോൺ 30,000 രൂപയ്ക്ക് അണ്ടർ വന്നത്. ആ പ്രൈസിന് ഗൈസ് ഇത് കിഡിലൻ ഫോണാണ്. ഒരു 4 നാനോമീറ്റർ TSMCയുടെ ചിപ്സെറ്റ് ഉണ്ട്, കിഡിലൻ ഡിസ്പ്ലേ, സ്പീക്കേഴ്സ്, അടിപൊളി ബാറ്ററി ലൈഫ്, കിഡിലൻ ഡിസൈനും ബിൽഡും. ഈ OnePlusൻ്റെ ക്ലാസിക് ആയിട്ടുള്ള എല്ലാ ഫോളോയും മ്യൂട്ട് സ്ലൈഡേഴ്സും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒന്ന് തന്നെ എന്താ പറയുക, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടും അത്യാവശ്യം നല്ലൊരു ക്യാമറ സിസ്റ്റം ഈ ഫോണിനുണ്ട്. സോ ഐ തിങ്ക് ഒരു ഓൾ റൗണ്ടർ ഡിവൈസസിന് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഈ 2 കാര്യങ്ങൾ തന്നെയാണ്. മോട്ടോയുടെ എഡ്ജ് 50 പ്രോയും നോട്ട് 3യും. നോട്ട് 3 1 വർഷം പഴക്കമുള്ള ഡിവൈസസ്, അതുകൊണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അതേപോലെ ബാധിക്കും എന്ന് കീപ്പ് ഇൻ മൈൻഡ്. ഇനി നമുക്ക് പെർഫോമൻസ് കാറ്റഗറിയിലേക്ക് പോകാം. പെർഫോമൻസ് കാറ്റഗറി അല്ലെ മൾട്ടിമീഡിയ കാറ്റഗറി എന്ന് നമുക്ക് പറയാം. ഇവിടെ മെയിൻലി 2 യൂസേഴ്സിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കിഡിലുമായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കിഡിലുമായിട്ട് സിനിമയൊക്കെ കണ്ട് ഫോൺ ബേസിക്കലി എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്ന ആൾക്കാർ, അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആദ്യമേ സ്ട്രൈറ്റ് അവേ ഈസ് പോക്കോ X6 Pro. പോക്കോയുടെ X6 Pro ഞാൻ പേഴ്സണലി ഒരായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ ഇൻഡെപ്ത് റീസർച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പ്രോസസ്സർ കിഡിലാണ്. ഇതൊരു 4 നാനോമീറ്റർ TSMC പ്രോസസ്സറാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റും തെർമൽ ത്രോട്ടലിങ്ങും ഒക്കെ അത്യാവശ്യം ബാലൻസ്ഡ് ആയി. അവരുടെ പഴയ അപ്ഡേറ്റിന് മുന്നേ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നില്ലോ, അതെല്ലാം ഇപ്പോൾ കിഡിലുമായിട്ടുണ്ട്. ആൻഡ് പോരാമത്തെ ആ കിഡിലും ഡിസ്പ്ലേ സിസ്റ്റവും ആ കിഡിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊണ്ടുണ്ട്. ഓൾ റൗണ്ടർ പെർഫോമൻസ് ഗെയിമിംഗ് ഒക്കെ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് പോക്കോ X6 Pro തന്നെയാണ്. കാരണം നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, ഹീറ്റിങ്സും തെർമൽസും അത്യാവശ്യം മാനേജ്ഡ് ആണ്, കിഡിലൻ ഡിസ്പ്ലേ ആണ്, അതേപോലെ തന്നെ കിഡിലൻ പ്രോസസ്സറാണ്, പിന്നെ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഫോണിനുണ്ട്, അത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ഞാൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന നോട്ട് 3 തന്നെയാണ്. കാരണമൊന്നുമില്ല, അതിൻ്റെ ആ കിഡിലൻ മോൺസ്ട്രോസിറ്റി ചിപ്സെറ്റ് കാരണം. ഈ ചിപ്സെറ്റ് 1 വർഷം മുന്നേ ഇറങ്ങിയാൽ കീപ്പ് ഇൻ മൈൻഡ് ഇതൊരു കിഡിലൻ ചിപ്സെറ്റാണ്. അഗൈൻ ഇതിന് ത്രോട്ടലിംഗ് ഇഷ്യൂസ് ഉണ്ട്, ഹീറ്റ് കാര്യമായിട്ടുള്ള. പക്ഷേ ആ സ്പീക്കേഴ്സും ആ ഡിസ്പ്ലേയും ആ ഗെയിമിംഗ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് മൾട്ടിമീഡിയ കൺസെപ്ഷൻ ആണെങ്കിൽ ഈ 2 ഫോൺ നോക്കൂ. ഈ കിഡിലും ബാറ്ററി ലൈഫ് ഉണ്ട്, കിഡിലും ഡിസ്പ്ലേ ഉണ്ട്, സ്പീക്കേഴ്സ് ഉണ്ട്, അതേപോലെ പ്രോസസ്സറും കിഡിലുമാണ്. രണ്ടിനും അത്യാവശ്യം നല്ലോണം തെർമൽ ബാലൻസ്ഡും ആണ്. സോ ഇനി നമുക്ക് പ്യൂർലി ക്യാമറ എന്ന കാറ്റഗറിയെ കുറിച്ച് സംസാരിക്കാം. നാട്ടിൽ ഒരുപാട് സ്പെസിഫിക് ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. അവരുടെ മെയിൻ പർപ്പസ് എന്താ, ഫോട്ടോ എടുക്കുക, നല്ല നല്ല ഫോട്ടോ എടുക്കുക. ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ബേസിക്കലി 2 ഫോണാണ് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഒന്ന് വീണ്ടും മോട്ടോയുടെ എഡ്ജ് 50 പ്രോയും, രണ്ടാമത്തേന്ന് പറയുമ്പോൾ റിയൽമിയുടെ 12 Pro Plus. എനിക്ക് ഈ ഡിസ്റ്റിങ്ഷൻ ക്ലിയർ ആക്കണം. ഇൻ പേപ്പർ മോട്ടോയുടെ എഡ്ജ് 50 Pro ആണ് ബെറ്റർ. വീഡിയോ കാര്യത്തിലാണല്ലോ, സ്റ്റെബിലൈസേഷൻ ആണല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മോട്ടോ ആണ് സുപ്പീരിയർ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റിയൽ വേൾഡ് ഷൂട്ടിംഗ്, ആ ഒരു എക്സ്പീരിയൻസിലും ക്യാമറയുടെ കളേഴ്സിലും വൈഡ് ആംഗിളും ബാക്കിയുള്ള ലെൻസസ് തമ്മിലുള്ള കളർ ആക്യുറസിയും അങ്ങനത്തെ കാലിബ്രേഷനും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് പ്യുവർ ഷൂട്ടിംഗ് എക്സ്പീരിയൻസിന് ഐ പ്രിഫർ റിയൽമിയുടെ 12 Pro Plus. സെൽഫീസ് ആണെങ്കിലും എനിക്ക് ഇച്ചിരി കൂടെ പ്ലീസിങ് ടു ഐസ് അതായിട്ടാണ് തോന്നിയത്. ഒരു എക്സ്റ്റെൻസീവ് പീരീഡ് ഞാൻ ഈ 2 ഫോൺ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. പേപ്പറിൽ സുപ്പീരിയർ ആയിട്ട് മോട്ടോയുടെ എഡ്ജ് 50 Pro ആണ്. പക്ഷേ ഇച്ചിരി കൂടെ എന്താ പറയുന്നത്, ഇച്ചിരി കൂടെ പ്ലീസിങ് എനിക്കൊന്ന് റിയൽമി 12 ആണ്. ആൻഡ് വീഡിയോ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മോട്ടോയ്ക്ക് വലിയൊരു അപ്പർ ഹാൻഡാണ്. സ്റ്റെബിലൈസേഷൻ എനിക്ക് ബെറ്റർ മോട്ടോ ആയിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ സെൽഫീസിൽ നിങ്ങൾക്ക് 4K റെക്കോർഡ് ചെയ്യാം. ആൻഡ് ഒരു ഓണറബിൾ മെൻഷൻ ടു വിവോ V30.
എനിക്കറിയാം ചിലവർക്ക് ദേ ജസ്റ്റ് വോണ്ട് എവറിത്തിങ് ടു ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ കാണുമ്പോൾ ഭയങ്കര സുഖം കിട്ടണം. അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും വിവോയുടെ V30 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വിവോയുടെ V30യിൽ ഈ സ്പെക് വൈസ് ഒന്നും നോക്കിയിട്ടൊന്നും എനിക്കൊന്നും പറയില്ല. പക്ഷേ എന്താ പറയുക, റിയൽ ലൈഫ് ചുമ്മാ ജസ്റ്റ് പോയി ഫോട്ടോ എടുത്ത് നോക്കുക, നമ്മളൊക്കെ വെളുപ്പിച്ച് ബൂസ്റ്റ് ചെയ്ത് തരും. അതേപോലെ സൺറൈസ് ഒക്കെ ഇച്ചിരി കൂടെ ബൂസ്റ്റ് ചെയ്ത് എന്താ പറയുക, ഇച്ചിരി കൂടെ പഞ്ചി ആൻഡ് ആ വിവോയുടെ ടിപ്പിക്കൽ കളർ സംഭവം അവിടെ കിട്ടും. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അങ്ങനെയുള്ള എല്ലാവർക്കും വിവോയുടെ കളർ സൈൻസാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ വിവോയുടെ V30 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പം നിങ്ങൾക്ക് ഈ രണ്ടിനെക്കാട്ടി മാർജിനലി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള വിവോയുടെ V30 ആയിരിക്കും. ഇതിനകത്ത് ഒറിജിനാലിറ്റി സ്കെയിൽ എന്ന് പറയുമ്പം മോട്ടോ അത്യാവശ്യം ഒറിജിനൽ നാച്ചുറൽ ഫോട്ടോസാണ്. റിയൽമി അതുപോലെ തന്നെയാണ്, പക്ഷേ ഇച്ചിരി കൂടെ ഷാർപ്നെസ്സും ഡീറ്റെയിൽസും ഒക്കെ റിയൽമി മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ വിവോനെ കുറിച്ച് പറയുമ്പോൾ അത് ഇച്ചിരി പ്രോസസ്ഡ് ആയിട്ട് കണ്ണിന് സുഖമുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. സോ ഈ മൂന്നുമാണ് എൻ്റെ ക്യാമറ ചാമ്പ്യൻസ്. ഇനി നമുക്ക് ഓണറബിൾ മെൻഷൻ ടു സ്പെഷ്യൽ യൂണീക്ക് ഡിസൈൻസിനെ കുറിച്ച്. നിങ്ങൾക്ക് 30,000 രൂപ വേണ്ട, യു വോണ്ട് ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ്, സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം ക്രൗഡിൽ നിന്ന്. എല്ലാവരും നത്തിങ് ഫോൺ 2 റെക്കമെൻഡ് ചെയ്യും, ഞാനും അതുപോലെ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ചില വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നത്തിങ് ഫോൺ 2, ചില ഓതറൈസ്ഡ് വെബ്സൈറ്റിൽ നത്തിങ് ഫോൺ 2 റിഫബ്രിഷ് അല്ല ഫ്രഷ്, ചില ഡിസ്കൗണ്ട് ഓഫേഴ്സിന് നിങ്ങൾക്ക് 29,999 കിട്ടും. ആ പ്രൈസിന് ഞാൻ പറയുമ്പോൾ നത്തിങ് ഫോൺ 2 ഈസ് കിഡിലം ഡീൽ. കിഡിലം സ്പെക്സ്, കിഡിലം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ സേഫ് ആയിട്ട് കളിക്കേണ്ട കാര്യങ്ങളെല്ലാം കളിച്ചിട്ടുണ്ട്. നത്തിങ് ഫോൺ 2ലും 2Aയിലെയും കാര്യം അതിനെ പറയണം. പ്രോസസ്സറും ക്യാമറയും എല്ലാം സേഫാണ്. അതേപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ യുണീക്ക് ആക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ക്ലീൻ മിനിമൽ UI, അവരുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ പറയണ്ടേ. ഇപ്പോൾ നമ്മളൊരു 100 പേര് ഒരുമിച്ചൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് അവർ ഉറപ്പായിട്ടും അത് ഫിക്സ് ചെയ്യും. അതേപോലെ തന്നെ അവരുടെ ഗ്ലിഫിൻ്റെ ഫേസ്, അതിനകത്തുള്ള ഇൻറ്റഗ്രേഷനും കാര്യങ്ങളൊക്കെ ജെന്യുവിൻലി ഇഫ് യു വോണ്ട് ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ്, ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അതേസമയം നിങ്ങൾക്ക് ഫണ്ടമെൻ്റലി നല്ലൊരു ഫോൺ വേണമെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, ഗോ ഫോർ നത്തിങ്. ആൻഡ് നത്തിങ് മേടിച്ചിട്ടുള്ള ഒരാളും എനിക്ക് തോന്നുന്നില്ല ഒരുപാട് അങ്ങനെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. അവർക്കറിയാം ഇത് മേടിക്കുമ്പോൾ ഒരു യുണീക്ക് ഫോണാണ് പർച്ചേസ് ചെയ്യുന്നത്, ഒരു കിടിലൻ കൾട്ട് ഫാനും കൾട്ട് ഫോളോയിങ്ങും ഉള്ളൊരു ഫോണാണ്. സോ നത്തിങ് ഫോൺ 2Aയ്ക്കും 2ൻ്റെ ഓഫേഴ്സ് നിങ്ങൾ നോക്കുക. ഇതിനൊരു ഓണറബിൾ മെൻഷൻസ് എൻ്റെ വകയുണ്ട്. ഇനിയും നമുക്ക് സോ ഗൈസ്, ഇത് തന്നെ എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ടെസ്റ്റിങ്ങും എൻ്റെ കാര്യങ്ങളും ഒക്കെ വെച്ച് എനിക്ക് തോന്നി ഈ ഞാൻ പറയുന്ന റെക്കമെൻഡേഷൻ അത്യാവശ്യം ബാലൻസ്ഡ് ആണ്. ഗോ ചെക്കൗട്ട് മോട്ടോ നോട്ട് 3, അതുപോലെ പെർഫോമൻസ് ആണ് പോക്കോ X6, ക്യാമറയാണ് റിയൽമി ചെക്കൗട്ട് ചെയ്യുക, വേണമെങ്കിൽ വിവോ V30 ചെക്കൗട്ട് ചെയ്യുക. ഈ 5 ഫോണിലെല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാ അതിൻ്റെതായ യുണീക്ക് കാര്യങ്ങളുണ്ട്. ഇതിൽ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നത്തിങ് പോകാം. ദാറ്റ് ഈസ് ഇറ്റ് ഗൈസ്, മൈ റെക്കമെൻഡേഷൻ. So that is it guys, my recommendation. Subscribe, love you all. അടുത്ത വീഡിയോയിൽ കാണാം.